A patient with peripheral arterial disease (PAD) reports leg pain while walking. Which finding is most characteristic of PAD? Pain relieved by elevation of legs, warm swollen extremities, intermittent claudication relieved by rest, bounding peripheral pulses. Okay, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. അവർക്ക് നടക്കുന്ന സമയത്ത് കാലിന് വേദന ഉണ്ടാകുന്നു. അപ്പം PADയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കാം. PAD എന്താണെന്ന് മനസ്സിലാക്കാം. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, പേരിൽ തന്നെ ഉണ്ട്. പെരിഫറൽ ഏരിയയിലുള്ള ആർട്ടറീസ്, ബ്ലഡ് വെസൽസ്, പ്രത്യേകിച്ച് ആർട്ടറീസിനുണ്ടാകുന്ന അസുഖമാണ്. അപ്പം മെയിനായിട്ട് ലോവർ ലിംസ് ആണ്, കാലിനായിരിക്കും ഇത് ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിലോട്ട് പോകുന്ന ആർട്ടീരിയൽ സപ്ലൈ, ലിംസിലോട്ടൊക്കെ പോകുന്ന ആർട്ടീരിയൽ സപ്ലൈ അല്ലെങ്കിൽ ആർട്ടറി നാരോഡ് ആവുകയോ അല്ലെങ്കിൽ അകത്ത് തടസ്സം ഉണ്ടാവുകയോ ചെയ്തിട്ട് ഇഷ്കീമിയ ഉണ്ടാകുന്നു. ബ്ലഡ് സപ്ലൈ തടസ്സപ്പെട്ടിട്ട് ഓക്സിജൻ ടിഷ്യൂസിന് കിട്ടാതാവുന്ന അവസ്ഥ. എസ്പെഷ്യലി ഞാൻ വീണ്ടും പറയുന്നു, ലിംസിലോട്ട്, ലോവർ എക്സ്ട്രീമിറ്റീസിലോട്ടായിരിക്കും ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് അതിനെ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അത് ജനറലി പറയുന്നത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ എന്തോ ഒരു പോയിന്റ് പറയാം, വേറെ ഒന്നുമല്ല. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ ഡിസീസ് എന്ന് പറയാൻ നമുക്ക് റൈനോഡ്സ് ഡിസീസ് ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, ഒരു നല്ല എക്സാമ്പിളാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം അതിരോസ്ക്ലീറോസിസ് ആണ്, അല്ലേ? സ്ട്രോക്കിനും മയോകാർഡിയൽ ഇൻഫ്രാക്ഷനും ഒക്കെ പറയുന്ന പോലെ തന്നെ അവിടെയും ഇതുപോലത്തെ പ്രശ്നമല്ലേ ഉണ്ടാകുന്നത്. ആർട്ടറിക്കകത്ത് തടസ്സം ഉണ്ടാകുന്ന പ്രശ്നമാണല്ലോ. ഇവിടെയും കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഇവിടെ ഒരു ക്ലാസിക്കൽ സിംറ്റമാണ് ഇൻ്റർമിറ്റൻറ്റ് ക്ലോഡിക്കേഷൻ എന്ന് പറയുന്നത്. നടക്കുന്ന സമയത്ത് വേദന കാരണം മുടന്ത് പോലെ വരും. ഓക്കെ, സിമ്പിളായിട്ട് അങ്ങനെ പറയാം. ഇൻ്റർമിറ്റൻറ്റ് ക്ലോഡിക്കേഷൻ, പെയിൻ ഓൺ വാക്കിംഗ്, അല്ല ഒരു തരം ക്രാമ്പി പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നടക്കുന്ന സമയത്തും എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്തും. എന്ന് വെച്ചാൽ കൂടുതൽ ഓക്സിജൻ്റെ കുറവ് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ടിഷ്യൂസിലോട്ട്, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വേദന കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ഈ ആൻജൈനയൊക്കെ പറയുന്ന പോലെ. എന്നിട്ട് മാറി ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് മാറുകയും ചെയ്യും. ഇത് തുടക്കത്തിലാണ് ഇത് അങ്ങനെ മെയിനായിട്ട് വരുന്നത്. പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റെസ്റ്റ് പെയിനും ഉണ്ടാവും. വെറുതെ ഇരിക്കുമ്പോഴും കാലിനൊക്കെ നല്ല വേദന ഉണ്ടാവും. പിന്നെ പാരസ്തേഷ്യ, നംനസ് ആൻഡ് ടിംഗ്ലിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ചില സിംറ്റംസ് പറയുകയാണെങ്കിൽ ആ ഏരിയയിലോട്ട് ഇങ്ങനെ ഓർത്താൽ മതി, ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല, ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ബ്ലഡ് സപ്ലൈ കിട്ടാതാകുമ്പോൾ അല്ലേ, നമ്മൾ ബ്ലഡല്ലേ ചെറിയൊരു ചൂട് വാമത അവിടെ കൊടുക്കുന്നത്, അവിടെ തണുപ്പുണ്ടാവും, കൂൾ പെയിലായിട്ടുള്ള ലിംബായിരിക്കും. പിന്നെ ഹാർട്ടിൽ നിന്നുള്ള ആർട്ടീരിയൽ സപ്ലൈ അവിടെ കിട്ടുന്നു, ഹാർട്ടിൻ്റെ ബീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പൾസായിട്ട് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പൾസൊക്കെ സപ്ലൈ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് വീക്ക് അല്ലെങ്കിൽ ആബ്സെൻറ്റ് പെരിഫറൽ പൾസസ്, അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കീ സൈനായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ടത് ഓക്സിജൻ കിട്ടാതായിട്ട് അൾസറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ജനറലി ഇങ്ങനെ ഒരു 6 P's എന്ന് പറയും. ഓക്കെ, അക്യൂട്ട് ഇഷ്കീമിയ ഉണ്ടാകുന്ന സമയത്ത്, ഓക്സിജൻ കിട്ടാതാകുന്ന സമയത്ത് ഒരു P എന്ന് പറഞ്ഞാൽ വേദന, പെയിൻ. 2 പാലർ, ഓക്കെ, പെയിൻലെസ് ഉണ്ടാകാനുള്ള സാധ്യത. 3 പൾസ്ലെസ്നെസ്, പൾസ് കിട്ടാതാവുക. പാരസ്തേഷ്യ, നംനസും ടിംഗ്ലിങ്ങും. പിന്നെ പാരാലിസിസ് ഉണ്ടാകാം സിവിയർ ആകുന്ന കേസുകളിൽ. പിന്നെ പൊയ്ക്കിലോതെർമിയ എന്ന് പറയുന്നത് വെച്ചാൽ തണുപ്പ്, ഓക്കെ, കോൾഡ് ലിംബ്, അതാണ്. ഇനി ഇവിടുത്തെ നഴ്സിംഗ് പോയിന്റ്സിലോട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻ്റർവെൻഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ കാല് പൊക്കി വെക്കുക അല്ല ചെയ്യേണ്ടത്, കാല് താഴോട്ടിടുകയാണ് ചെയ്യേണ്ടത്. എക്സ്ട്രിമിറ്റി ഡിപ്പെൻഡൻറ്റ് പൊസിഷനിലാണ് വെക്കേണ്ടത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താ വെച്ചാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വീനസ് പ്രോബ്ലംസിൽ, പെരിഫറൽ വീനസ് ഡിസീസസിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ ആയിക്കോട്ടെ, DVT ആയിക്കോട്ടെ, അവിടെയൊക്കെ വീനസ് റിട്ടേൺ കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ്. ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് വരുന്നതിനുണ്ടാകുന്ന കുഴപ്പമാണ്. അപ്പോൾ അത് എലിവേറ്റ് ചെയ്ത് എബോവ് ഹാർട്ട് ലെവൽ വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ കറക്റ്റായിട്ട്, ബ്ലഡ് കൃത്യമായിട്ട് ഹാർട്ടിലോട്ട് തിരിച്ചു വരും. അവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. പക്ഷെ തിരിച്ചിത് കാല് പൊക്കി വെച്ചാൽ ആർട്ടീരിയലാണ്, അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ പൊക്കോണ്ടിരിക്കുകയാണ്. അത് പൊക്കി വെച്ചാൽ ഇനിയും കോംപ്രമൈസ് ചെയ്യപ്പെടും, വേദന കൂടുകയുള്ളൂ. അതുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് പൊസിഷൻ, താഴ്ത്തി ഇടുന്നതിലാണ് ഗുണം കിട്ടുന്നത്, അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പം കീപ് ലെഗ്സ് ഡിപ്പെൻഡൻറ്റ്, നോട്ട് എലിവേറ്റഡ്, അത് പ്രധാന പോയിന്റാണ്. വാക്കിംഗ് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. സ്മോക്കിംഗ് ഒക്കെ ഇതിൻ്റെ പ്രത്യേകിച്ച് റൈനോഡ്സ് ഡിസീസിലൊക്കെ നമ്മൾ പറയുന്നതാണ്. ബർഗേഴ്സ് ഡിസീസിലും റൈനോഡ്സ് ഡിസീസിലും ഒക്കെ ഇത് കൂടുതൽ എക്സാസർബേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക സ്മോക്കിംഗ്. ഓക്കെ.
പൾസും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാം. ഇനി നമുക്ക് കഥയിലോട്ട് വരാം. അപ്പോൾ ആൻസർ അവിടെ കിടപ്പുണ്ട്. ഓപ്ഷൻ സി ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ റിലീവ്ഡ് ബൈ റെസ്റ്റ് എന്ന് പറയുന്നത് PAD കാണുമ്പോൾ അവിടുത്തെ ഒരു ക്ലാസിക്കൽ സിംറ്റം ആണ്. അതിനകത്ത് ഒരു തെറ്റും വേണ്ട. അതുകൊണ്ട് അത് തന്നെയാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻസ് ബാക്കി തെറ്റാവുന്നതിന്റെ ക്ലാരിറ്റിയും കൂടെ എടുക്കാം. പെയിൻ റിലീവ്ഡ് ബൈ എലിവേഷൻ ഓഫ് ലെഗ്സ്, അല്ലെ, കാല് പൊക്കി വെക്കുന്നത് കൊണ്ട് പെയിൻ റിലീവ് അല്ല, പെയിൻ കൂടാനേ സാധ്യതയുള്ളൂ. വീനസ് റിട്ടേൺ ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ വെയിനിന്റെ പ്രശ്നങ്ങൾ അത് ഓക്കെയാണ്, പക്ഷെ ഇവിടെ ആർട്ടീരിയൽ ഇഷ്യൂ ആണ്, അതുകൊണ്ട് അത് ഓപ്ഷൻ തെറ്റാണ്. വാം സോളൻ എക്സ്ട്രിമിറ്റീസ് ഉണ്ടാകാം, വീനസ് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ DVT അല്ലെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ പോലുള്ള കേസുകളിൽ ഇങ്ങനെ വരാം. പക്ഷെ ഇവിടെ തണുപ്പാണ്, വാമല്ല ചൂടല്ല, തണുപ്പായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, പെയിൽ ആയിട്ടുള്ള കൂളായിട്ടുള്ള എക്സ്ട്രിമിറ്റീസ് ആണ് വരാൻ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് അതും തെറ്റാണ്. ബൗണ്ടിങ് പെരിഫറൽ പൾസിന്റെ അല്ല, പെരിഫറൽ പൾസ് ആബ്സെന്റ് ആകാനോ വീക്ക് ആകാനുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും തെറ്റാണ്. സോ റൈറ്റ് ആൻസർ സി. ഇപ്പം നിങ്ങൾ കണ്ടത് എംഗ്ലക്സ് സാറിന് നേരത്തെ ചോദിച്ചിരുന്ന ഒരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എംഗ്ലക്സ് സാറ് മാത്രമല്ല മറ്റുള്ള എക്സാംസ് DHA, HAD, MOH, പ്രോമെട്രിക് ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഡിസ്കഷൻ ക്ലാസ്സസ് നമ്മൾ പ്രധാനമായിട്ട് യൂട്യൂബിൽ മെമ്പേഴ്സ് ഉള്ളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷനിലുമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. DHA, HAD, MOH, പ്രോമെട്രിക്, എംഗ്ലക്സ് സാറും ഗവൺമെൻറ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്ട് ചെയ്യാം.